പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വചനഭാഗത്ത് താലന്തുകളുടെ ഉപമയെക്കുറിച്ച് അവിടുന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗം. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. 5 താലന്ത് കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, 2 താലന്ത് കൊടുത്ത ഒരു മനുഷ്യൻ, 1 താലന്ത് കൊടുത്ത, അങ്ങനെ 3 പേരെ വിളിച്ചാണ് സ്വത്തുകൾ ഭാഗിച്ചു കൊടുക്കാൻ ഇടവന്നത്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ 5 താലന്ത് കൊടുത്തവൻ അവൻ പറഞ്ഞു, ഞാനത് 5 കൂടെ നേടി. 2 താലന്ത് കൊടുത്തവൻ അത് 2 കൂടെ നേടി. 1 താലന്ത് കൊടുത്ത മനുഷ്യൻ പറയുകയാണ്, അത് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുക. കർത്താവായ യേശു അവിടുന്ന് പറഞ്ഞ ഒരു ഉപമയാണിത്. അതിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം 21-ാമത്തെ വചനഭാഗത്ത് നമുക്ക് വായിക്കാം. അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 5 താലന്ത് കിട്ടിയവൻ അത് 5 കൂടി സമ്പാദിച്ചപ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ഹൃദയ എന്ന് പറയാനിട വന്നത്. അല്പത്തിൽ വിശ്വസ്തനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ച വിഷയത്തിൽ എനിക്ക് എത്രത്തോളം വിശ്വസ്തത കാണിക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ പല കാര്യത്തിലും വിശ്വസ്തതയുണ്ടെങ്കിലും ചില കാര്യത്തിലെല്ലാം അവിശ്വസ്തരാകാനിടയാകുന്നു. യേശു കർത്താവ് പറയുകയാണ്, നിന്നെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും നീ വിശ്വസ്തനായിരിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ നീ അവിശ്വസ്തത കാണിച്ചാലുണ്ടല്ലോ, നീ പൂർണ്ണമായും വിശ്വസ്തനല്ലാതിരിക്കും. ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കി മാറ്റുന്ന ഒരനുഭവം. പ്രിയമുള്ളവരെ, ദൈവം തന്നത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് അധികം ഫലം കായ്ക്കുന്നത് പോലെ, അധികം പ്രയോജനമുള്ളതുപോലെ, അധികം നന്മ വരുന്നത് പോലെ അനേകർക്ക് കർത്താവിനെ അനുഭവിക്കാൻ ഇടവരുന്നത് കാണാൻ കഴിയും. വിശ്വസ്തനായ ഒരു ദാസന് മാത്രമേ വിശ്വസ്തയോടെ ചെയ്യാൻ കഴിയത്തുള്ളൂ. ബൈബിളിൽ നമുക്ക് വിശ്വസ്തരായ മനുഷ്യരെ കുറിച്ച് കാണാൻ കഴിയും. അവർ തന്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുന്നു, അവർ തന്റെ ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നു, അവർ തന്റെ ബിസിനസ് തന്നെ വിശ്വസ്തയോടെ ചെയ്യുന്നു, അവർ തന്റെ കുടുംബത്തെ വിശ്വസ്തയോടെ പരിപാലിക്കുന്നു. എല്ലാ കാര്യത്തിലും ഭയങ്കര വിശ്വസ്തത അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇടവരുന്നു. അവിശ്വസ്തതയുണ്ടെങ്കിൽ നമ്മൾ പോലും അവരെ അടുപ്പിക്കുകയാണ്. ചില മനുഷ്യൻ നുണ പറയുമ്പോൾ അവൻ വിശ്വസ്തനല്ല, അവൻ നുണ പറയുന്നു എന്ന് പറയാൻ ഇടവരുന്നു. കേട്ടോ, വിശ്വസ്തനായാൽ ദൈവം അധികം കാര്യങ്ങൾ ഏൽപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. 1 താലന്ത് കിട്ടിയെങ്കിൽ അത് വിശ്വസ്തയോടെ, അത് ദൈവകൃപയാണെങ്കിലും, ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണെങ്കിലും, ദൈവം തന്ന അഭിഷേകമാണെങ്കിലും, അത് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടവന്നെങ്കിലുണ്ടല്ലോ, ദൈവം അധികം നമ്മെ വളർത്തുന്നത് കാണാൻ കഴിയും. കിട്ടിയ കൃപ അടച്ചു വയ്ക്കാനല്ല, അത് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനമുള്ളതായി മാറേണ്ടതിനാണ്. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നെങ്കിൽ, കർത്താവേ,
ഇപ്പോൾ അതെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്റെ വചനപ്രകാരം ഇതാ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്നോട് കൂടെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യവും കൃപയും ഞങ്ങൾക്ക് നീ തരുന്നതിനായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെല്ലാവരും വിശ്വസ്തതയുള്ള മകനും മകളുമാക്കി മാറ്റണം, ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.